പ്രധാനമന്ത്രി ഇപ്പം ഇന്നലെ പ്രഖ്യാപിച്ച 260 കോടിയാണ്. ഈ 10% പോലും നമ്മൾ ആഗ്രഹിച്ചത് 2000 കോടി, അതിലൊരു 1000 കോടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു വീടുകൾ മാത്രം ഉണ്ടാക്കാനല്ല ചോദിക്കുന്നത്. ഇപ്പോൾ ആളുകൾ പറഞ്ഞു ഇപ്പോൾ 260 കോടി ഉണ്ടല്ലോ, അത് ഇതും കൂടി 1000 കോടി ആയല്ലോ എന്നൊക്കെ. പക്ഷേ ഈ വീടുകൾ ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മൾ ചോദിക്കുന്നത്. അവിടെ ഇപ്പോഴും താമസിക്കുന്ന ആളുകളുണ്ട്, നീലിക്കാപ്പ് കായലോല, അവരെ ഒന്ന് പ്രദർശിപ്പിക്കണ്ടേ? അവിടെ പുഴ നശിച്ചു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ കൃഷി നശിച്ചു പോയിട്ടുണ്ട്, ബിൽഡിംഗ് നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏലവാല് മുതൽ അങ്ങോട്ടുള്ള ആളുകളെ ജീവന നിലവാരം മെച്ചപ്പെടുത്താണ്ട് ഈ ഒരു ഉരുളുപൊട്ടൽ കൊണ്ട് മുണ്ടകേക്ക് മാത്രമല്ല നഷ്ടം വന്നിട്ടുള്ളത്, ഇത്രയും ആളുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതൊക്കെ പ്രദർശിപ്പിക്കണമെങ്കിൽ 2000 കോടിയും തികയില്ല. അവിടെ ഉള്ള ആളുകൾക്ക് ജോലി വേണം. ഇപ്പോൾ ഞങ്ങൾക്ക് ജോലി കിട്ടുന്ന പോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് ജോലി വേണം, അവിടെയുള്ള ആളുകളും ജീവിക്കണം. അവിടെയുള്ള സ്കൂൾ വേണം, ഹോസ്പിറ്റൽ വേണം. അതൊക്കെ നഷ്ടപ്പെട്ടു പോയത് അവിടെ. സ്കൂളും ഹോസ്പിറ്റലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടില്ല. അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ പൈസകൾ തന്നെ വേണ്ടേ? അതുപോലെ തന്നെ ഞങ്ങളെ ലോണ് ഇപ്പോഴും ഒരു തീരുമാനമാകാത്തൊരു കേസാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് വന്നിട്ട് നൈസമോളെ താലോചിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ, ലോണിൻ്റെ കാര്യം, മറ്റു പുനരധിവാസ കാര്യങ്ങളൊക്കെ. ആ നൈസമോൾക്ക് ജീരമുട്ടായി വാങ്ങാൻ കൊടുക്കാൻ പോലും ഉള്ള പൈസ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയും പ്രധാനമന്ത്രി നിങ്ങളെ ഞങ്ങൾ അവഗണിക്കരുത്. ഞങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ അവഗണിക്കരുതെന്നാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പറയുള്ളത്. ഞങ്ങൾക്ക് അർഹമായ, അത് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരെന്ന് ആഗ്രഹിച്ചിട്ട് അർഹമായ ഒരു ബെനിഫിറ്റ് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് പറയാനുള്ളത്.